സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ചർച്ച നടത്തും. രാപ്പകൽ സമരം 53 ദിവസം പിന്നിടുമ്പോഴാണ് മൂന്നാം വട്ട മന്ത്രിതല ചർച്ച. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെ കൂടാതെ CITU, INTUC എന്നീ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയുണ്ട്. സൂര്യ, മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് സർക്കാരും അതുപോലെ തന്നെ സമരക്കാരും. ഇത്തവണ സംഘടനാ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ സംഘടനാ പ്രതിനിധികളുടെ സാന്നിധ്യം ഈ ചർച്ചയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇത്തവണത്തെ ചർച്ചയിലെങ്കിലും ഒരു സമവായത്തിലെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആശാവർക്കർമാർ പങ്കുവയ്ക്കുന്നുണ്ടോ? ൂറുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആശാപ്രവർത്തകരുടെ സമരം 53 ദിവസം പിന്നിടുമ്പോൾ ഇന്ന് മൂന്നാം വട്ട മന്ത്രിതല ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. വൈകിട്ട് 3 മണിക്കാണ് ചർച്ച നടക്കുക. ചർച്ചയ്ക്ക് മുന്നോടിയായി ഇപ്പോൾ ആശാവർക്കർമാർ എന്തെല്ലാം പ്രതീക്ഷകളാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ചർച്ചയെക്കുറിച്ച് എന്തെല്ലാം സാധ്യതകളാണ് സൂര്യ പങ്കുവെക്കുന്നത്? അതുല്യ, പ്രതീക്ഷയുള്ള മണിക്കൂറുകളിലൂടെയാണ് ആശാപ്രവർത്തകർ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ രാപ്പകൽ സമരവും നിരാഹാര സമരവും നടത്തുന്ന ആശാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഈ സമരം തുടങ്ങി, രാപ്പകൽ സമരം തുടങ്ങി 53ാമത്തെ ദിവസവും നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസവും എത്തി നിൽക്കുമ്പോഴാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി മൂന്നാമതൊരു ചർച്ചയ്ക്ക് ആശാപ്രവർത്തകരെ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ വിളിച്ച 2 ചർച്ചകളിലും സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആശാപ്രവർത്തകരെ പറഞ്ഞുവിടുകയായിരുന്നു. വലിയ നിരാശയോടെയാണ് കഴിഞ്ഞ 2 തവണത്തെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ ആശാപ്രവർത്തകർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. 7000-ൽ നിന്ന് 21,000 ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യം. ആ ആവശ്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാർ നൽകുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വിരമിക്കൽ ആനുകൂല്യമായിട്ട് 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക. ഈ 2 പ്രധാന ആവശ്യങ്ങളാണ് ഇന്നും ചർച്ചയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പ് വിളിക്കുമ്പോൾ ആശാപ്രവർത്തകർ മുന്നോട്ട് വെക്കുക. പക്ഷേ അപ്പോഴും എന്ത് മറുപടിയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഉന്നയിച്ചതുപോലെയുള്ള ആവർത്തനങ്ങളായിരിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തവണയും ഉണ്ടാകുന്നത്, അതോ ഇവരുടെ സമരത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകുമോ എന്നുള്ളതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനോടകം തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം ചർച്ചയായ വിഷയമാണ് ആശാപ്രവർത്തകരുടെ ഈ ദുരിത ജീവിതം എന്ന് പറയുന്നത്. പ്രതീക്ഷയുണ്ടോ? 3 മണിക്കാണ് ആരോഗ്യ വകുപ്പുമായിട്ടുള്ള ചർച്ച. പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ 53 ദിവസമായതിന്റെ പേരിൽ സർക്കാർ ഒരു നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഈ നിരാഹാരം തുടങ്ങിയിട്ട് 15 ദിവസമായി. ഈ സ്ത്രീജനങ്ങളാണ് ഇതിനു മുമ്പേ പറഞ്ഞയക്കേണ്ട കാര്യമായിരുന്നു. ഒരു ചർച്ച മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ അതിന് വേണ്ടുന്ന ഉപാധികൾ സ്വീകരിക്കേണ്ടത് ഭരിക്കുന്നവരാണ്. തൊഴിലാളി അവന്റെ അവകാശങ്ങൾ ചോദിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. ഒരു നീക്കുപോക്കില്ലാതെ ഈ സമരത്തിന് എത്രത്തോളം വലിച്ചിഴച്ചത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ പലവിധ സംഘടനകളും ഞങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി വരുന്നുണ്ട്. ജനം ഈ സമരം ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാണ്. ഞങ്ങളുടെ ഒരു ആവശ്യത്തിന്, ഒരു വാക്കിന് വേണ്ടിയാണ് എല്ലാ പാർട്ടിക്കാരായാലും ശരി പൊതുജനമായാലും കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു വാക്കിന് വേണ്ടിയാണ്. ഞങ്ങൾ ഈ സമരം ജനങ്ങളോട് ഏറ്റെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഒരു ചരിത്ര സംഭവമായി തന്നെ അത് മാറും. പക്ഷേ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഒരു കലാപം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഗവൺമെന്റ് ഉറച്ചൊരു തീരുമാനത്തോടെ വളരെ അനുകമ്പയോടുകൂടി തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് വിശ്വാസമുള്ളത്. കഴിഞ്ഞ തവണ വിളിച്ച ചർച്ചയിൽ എന്ന പോലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്, സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നൊരു ആവശ്യം ഇത്തവണയും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെച്ച എന്താണ് നിങ്ങളുടെ പ്രതികരണം? കഴിഞ്ഞ ചർച്ചയ്ക്ക് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അന്ന് ഞാൻ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞത്, മാഡം ഇങ്ങനെ വെറുതെ ഒരു ചർച്ചയ്ക്കായിട്ടാണെങ്കിൽ വിളിക്കേണ്ട, ആരോഗ്യമന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി, നിങ്ങളുടെ മന്ത്രിസഭ കൂട്ടായി തീരുമാനമെടുത്തിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി എന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അത് മാനിക്കുമെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയാണെങ്കിൽ മുന്നോട്ട് പോകും. അല്ല വെറുതെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയാനാണെങ്കിൽ
വേണമെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ എണീറ്റ് പോകാം, അതിനാരും പറയേണ്ട ആവശ്യമില്ല. അതൊരു മന്ത്രിസഭ പറഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതിനവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് തരേണ്ട ഉത്തരം. കഴിഞ്ഞ തവണ നടന്ന 2 ചർച്ചകളെ അപേക്ഷിച്ചും ഇത്തവണത്തെ ചർച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ മറ്റ് ട്രേഡ് യൂണിയനുകളെ കൂടി ചർച്ചയ്ക്കായിട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. CITUവിനെയും INTUCനെയും കൂടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 ട്രേഡ് യൂണിയനുകളും ആശാപ്രവർത്തകരുടെ സമരം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ തന്നെ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. INTUC അവരുടെ സമരത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. CITU ആണെങ്കിൽ ഇവരുടെ സമരത്തിന് നേരെ പല തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കൂടി ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് ആരോഗ്യ വകുപ്പ് വിളിച്ചിരിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആശാപ്രവർത്തകർക്കും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമതും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടാകുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മൂന്നാമതൊരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇതിലിപ്പോ ഇത്തവണ ട്രേഡ് യൂണിയനുകളെ ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിന് പിന്നിൽ ആരോഗ്യ വകുപ്പ് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്? അല്ല, എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യട്ടെ എന്താണെന്ന്. എന്തായാലും ചർച്ച വിളിച്ചിരിക്കുന്നത് നമ്മളിവിടെ നടത്തുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ചർച്ച വിളിച്ചിരിക്കുന്നത്. അതാകട്ടെ ആ സമരത്തിന് ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പിൻവലിക്കുക. ആ വിഷയത്തിൽ ഊന്നി നമ്മൾ ചർച്ച ചെയ്യട്ടെ. എല്ലാ യൂണിയനുകൾക്കും അവരുടെ ഭാഗം പറയാമല്ലോ. ആ തലത്തിൽ ചർച്ച നടന്ന് ഇത് സെറ്റിൽ ചെയ്ത് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള അതിലേക്ക് ചർച്ച പോകണം. CITU ഇന്നും പ്രതികരിച്ചത് ഓണറേറിയം വർധനവെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കില്ല എന്നുള്ളതാണ്. അല്ല, അത് അവർക്ക് പറയാമല്ലോ. അതൊരു ട്രേഡ് യൂണിയൻ അവർക്ക് അവരുടേതായ രീതിയിൽ പറയാമല്ലോ. അവർ വെച്ചിട്ടില്ല. അപ്പോൾ തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നതിന് കാശ് കൂട്ടി കൊടുക്കേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അതാണല്ലോ അതിലൂടെ നിലപാട്. നമ്മൾ ഈ സമരം ചെയ്യുന്ന ആശമാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ലോ, കേരളത്തിലെ 25,125 ആശമാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ CITU അത്തരം ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അത് അവരുടെ അംഗങ്ങളായിട്ടുള്ള ആശമാർ ചോദ്യം ചെയ്യണം. ഇവർ തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത്, അത് തൊഴിലാളിക്ക് എതിരായിട്ടാണോ എന്ന്. തൊഴിലാളി യൂണിയൻ നേതാവ് എന്നാണല്ലോ പേര്. ഏത് തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നിലകൊള്ളുന്നത്? അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ ചർച്ച നമ്മളിവിടെ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം. അത് ചർച്ച ചെയ്യണം, സെറ്റിൽ ചെയ്യണം. അതാണ് കഴിഞ്ഞ ചർച്ചയിലെ സമീപനം തന്നെ ആരോഗ്യ വകുപ്പ് ഒരുപക്ഷെ സ്വീകരിക്കുകയാണെങ്കിൽ അതിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ ചെന്നാലേ പറയാൻ പറ്റത്തുള്ളൂ ഏത് തരത്തിലാണ് അവർ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് അതിനനുസരിച്ച് ചെയ്യാം. ആരൊക്കെയാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്നൊക്കെ തീരുമാനിക്കും. അത് പറയാം, താമസിയാതെ. അതുതന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. അതായത് നിലവിൽ അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങളുണ്ട്. ഓണറേറിയം വർധനവും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കലും. ഇതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ തീരും. അതുണ്ടായില്ലെങ്കിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച മന്ത്രി വീണ ജോർജ് നടത്തിക്കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഇൻസെന്റീവ് വർധനവിൽ ഉൾപ്പെടെ മാത്രമേ ഈ കേന്ദ്രവുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് സ്കോപ്പ് ഉള്ളൂ എന്നുള്ളതാണ്. ഇവർ ഇപ്പോൾ നിലവിൽ ഉന്നയിക്കുന്ന ഓണറേറിയം വർധനവിൽ ഉൾപ്പെടെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത് സംസ്ഥാന എന്നുള്ളതാണ്. ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത് പോലെ 3 ഇരട്ടി ഓണറേറിയം വർധനവ് ഇപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ചർച്ചകളിലും അതല്ലാതെയുള്ള പ്രതികരണത്തിലും ഒക്കെ തന്നെ ആരോഗ്യ വകുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സാഹചര്യത്തിലൂടെയല്ല സർക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള ന്യായീകരണമാണ് അതിന് ആരോഗ്യ വകുപ്പും സർക്കാർ വൃത്തങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തുടക്കം മുതൽ തന്നെ നടത്തിവരുന്ന സമരത്തിനെ പ്രതികൂലമായിട്ട് പ്രതികരിച്ച INTUC അതുപോലെ തന്നെ CITU ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ടുള്ള ചർച്ചയാണ്. ആ ചർച്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്ത് തീരുമാനമാണ് ആരോഗ്യ വകുപ്പ് കൈക്കൊള്ളുക, എന്തൊക്കെ നിലപാടുകളാണ് ആശാപ്രവർത്തകർ ആരോഗ്യ വകുപ്പിനെ അറിയിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 53 ദിവസം എത്തുന്നു രാപ്പകൽ സമരം തുടങ്ങിയിട്ട്, 15 ദിവസം എത്തുന്നു നിരാഹാര സമരം തുടങ്ങിയിട്ട്. ഈ സമരം അവസാനിപ്പിച്ച് സന്തോഷപൂർണ്ണമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടത് അത് സമരക്കാരെ സംബന്ധിച്ചിടത്തോളവും നിർണായകമായിട്ടുള്ളൊരു വസ്തുത തന്നെയാണ്. എന്തായാലും 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടക്കുക.